നമസ്കാരം. ഇത് എൻ്റെ സുഹൃത്ത് രാജേഷ് രത്ന, ഒരു വാസ്തു കൺസൾട്ടൻറ്റും അധ്യാപനം കൂടിയായിട്ടുള്ള രാജേഷ്. നമ്മൾ കുറേ കാര്യങ്ങൾ നമ്മളോട് സംസാരിക്കാറുണ്ട്. അപ്പോൾ ഒരുപാട് വിഷയങ്ങളെക്കുറിച്ച് സംസാരിച്ചപ്പോൾ ഈ കഴിഞ്ഞ ദിവസം രാജേഷ് എനിക്കൊരു മെയിൽ അയക്കുകയുണ്ടായി, മൃഗങ്ങളെക്കുറിച്ചാണ്. അതിനെക്കുറിച്ച് ചോദിക്കാനാണ് ഞാൻ ഇന്ന് വന്നത്. അതേപോലെ കുറേ വീഡിയോകൾ നമുക്ക് രാജേഷിനോട് നിന്ന് കിട്ടാനുണ്ട്. അതൊക്കെ ആയിട്ട് നമുക്ക് സാവധാനം വരാം. അപ്പോൾ രാജേഷിനോട് നമുക്ക് ആ മെയിലിനെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കാനുള്ളത്. രാജേഷേ, ഈ കഴിഞ്ഞ ദിവസം എനിക്ക് അയച്ച മെയിൽ എന്താണ് ഒരു മൃഗസ്നേഹത്തിനെ കുറിച്ചായിരുന്നു. എന്താണ് പെട്ടെന്ന് ഒരു മൃഗസ്നേഹം അങ്ങോട്ട് പൊട്ടി വന്നത്? പെട്ടെന്നൊരു മൃഗസ്നേഹം പൊട്ടി വന്നതല്ല. ഇതൊരു 2-3 വർഷം മുമ്പ് ഉണ്ടായിരുന്നൊരു ഐഡിയ ആണ്. ഞാൻ ഈ പശുവിനെ ഉപയോഗിച്ചിട്ട്, കാളനെ ഉപയോഗിച്ചിട്ട് ചക്കിലാട്ടി, പരമ്പരാഗതമായിട്ട് ചക്കിലാട്ടി എണ്ണ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ കണ്ടിരുന്നു. നല്ല മിടുക്കനായിട്ടൊരു കാള ഭംഗിയായിട്ട് നോക്കുന്നു. നാച്ചുറൽ ആയിട്ടുള്ള പരമ്പരാഗത രീതിയിലാണ് ഈ എണ്ണ ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പോൾ ഇത് കണ്ടുകൊണ്ടിരുന്നപ്പോഴത്തേക്കും ഇങ്ങനെ ചുറ്റും ഇങ്ങനെ കാള ഇങ്ങനെ നടക്കും. അപ്പോഴാണ് ഈ എണ്ണ ആട്ടി നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇങ്ങനെ സ്ഥിരമായി നടക്കുമ്പോൾ ഇതിൻ്റെ ഈ കഴുത്തിൽ വെച്ചിരിക്കുന്ന മരത്തിൻ്റെ കഷ്ണം ശ്രദ്ധയപ്പെട്ടു. ഇത് നമ്മുടെ സാധാരണ ഒരാളുടെ തോളത്തൊരു മരക്കഷ്ണം വെച്ച് എത്ര നേരം നമുക്ക് അതിൽ വെയിറ്റ് എടുക്കാൻ പറ്റും? കുറച്ച് പ്രയാസമായിരിക്കും. അപ്പോൾ അത്രേ ഉള്ളൂ. അത് അപ്പോൾ ഈ ഷോൾഡറിന്റെ നമുക്ക് ആ ബോണിനെ നന്നായിട്ട് എഫക്ട് ചെയ്യും, ഇവിടുത്തെ എല്ലിന്. അപ്പൊ അതില്ലാണ്ടിരിക്കാൻ നമ്മൾ ചെയ്യുന്ന തുണിക്കഷ്ണം ഇങ്ങനെ ചുരുട്ടി തോളത്ത് വെച്ചിട്ട് ഒരു മരം എടുക്കുക. പരിധിയുണ്ട്. അപ്പോഴും ലോഡാണ്, എങ്കിൽ പോലും ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി ടൈം കിട്ടുന്നത്. അപ്പോൾ രാവിലെ മുതൽ വൈകുന്നേരം വരെയും ചെയ്യുന്ന ഈ കാളേൻ്റെ പെയിന് സാരമായിരിക്കില്ലല്ലോ. വലിയ പെയിനായിരിക്കും. അതിൻ്റെ കഴുത്തിലുള്ള വേദനയും ഒപ്പം തന്നെ അതിൻ്റെ എല്ലിന് സംഭവിക്കുന്ന പെയിനും സാരമായിരിക്കും. അപ്പോൾ ഇന്ത്യയുടെ ഒരു പ്രശ്നം വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിൽ ട്രാക്ടർ ചെയ്യാത്ത സ്ഥലത്ത് എല്ലായിടത്തും ഇന്നും ചെയ്യുന്നത് ഈ നില ഉഴാനായിട്ട് ഉപയോഗിക്കുന്നത് കാളയും പോത്തിനൊക്കെയാണ്. പിന്നെ അവരുടെ പ്രോഡക്റ്റ് മാർക്കറ്റിലേക്ക് എത്തിക്കുന്നതൊക്കെ കാളവണ്ടിയിലും ഒക്കെയാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇതൊരു കിലോമീറ്ററോളം ഇത് ചുവന്നുകൊണ്ട് പോകും. രാത്രി കൊണ്ടുപോകുന്നുണ്ട്, ഡേ ടൈം കൊണ്ടുപോകുന്നുണ്ട്, പിന്നെ രാവിലെ മുതൽ വൈകുന്നേരം നിലവിഴുണ്ട്. അപ്പോൾ ഈ കാള അനുഭവിക്കുന്ന പെയിൻ സാരമായിരിക്കില്ല. ശരിയാ. അപ്പോൾ അതിൻ്റെ ഈ നുഖത്തിൽ ഇങ്ങനെ ക്രോസ് വെച്ചിട്ടുണ്ടാവില്ല കാളയുടെ, ആ നുഖത്തിൽ ഒരു നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു സ്പോഞ്ചിൻ്റെ പീസോ എന്തെങ്കിലും വെച്ച് ഒന്ന് ചുറ്റി കൊടുത്തിട്ട് കഴുത്തിൽ വെക്കണമെങ്കിൽ ഇതിന് പെയിൻ ഉണ്ടാവില്ല. അത് ശരിയാണ്. അപ്പോൾ ഇത് ഫിസിക്കലി ഇത് പക്കയാവും. ഹെൽത്ത് പ്രോബ്ലംസ് ഒന്നും വരാണ്ട് ഇതിൻ്റെ ബോണിൻ്റെ പെയിനൊക്കെ കുറഞ്ഞിട്ട് ഇത് പണിയെടുക്കാനായിട്ട് സജ്ജവും. അപ്പോൾ 2 കാളേനെ വെച്ചിട്ട് അതിൻ്റെ നടക്കാനുള്ള നോക്കുക ഇങ്ങനെ വെക്കണം. അപ്പോൾ 2 കാളയുടെ ഈ കുഞ്ഞിക്ക് കഴുത്തിന് സാധനം വെച്ച് കൊടുത്ത് അതാണ്. അപ്പോൾ ഈ കാള സുഖാവസ്ഥയിലാവും. വല്ല ലെതറാ അല്ലെങ്കിൽ എന്ത് വേണമെങ്കിലോ കാളയ്ക്ക് പെയിൻ ഉണ്ടാവില്ല. അപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പണി കൂടുതലെടുക്കും. ഇപ്പോൾ 5 മണിക്ക് തീരേണ്ട പണിയാണെന്നുണ്ടെങ്കിൽ ഒരു മണിക്കൂർ 2 മണിക്കൂർ സ്മൂത്തായിട്ട് തീരും. ശരിയാ. അപ്പോൾ സമയം ലാഭമാണ്, ഒരുപാട് ഗുണം അതുമായിട്ട് ബന്ധപ്പെട്ടുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നത് ആരും ചിന്തിച്ചിട്ടില്ലാത്തതുകൊണ്ടാണ്. അത് ചിന്തിക്കാഞ്ഞിട്ടല്ല, അത് ശ്രദ്ധിക്കാഞ്ഞിട്ടാണ്. കാരണം മിക്കവാറും ആൾക്കാർ ഈ പാടത്ത് പണിയെടുക്കുമ്പോഴത്തേക്കൊക്കെ അതിൻ്റെ ഏറ്റവും ഉപജീവന മാർഗമാണല്ലോ, പ്രിയപ്പെട്ട ഒരു മൃഗമായിട്ട് ഞാൻ കൊണ്ട് നടക്കുന്നത്. ഇത് ശ്രദ്ധിക്കാത്ത കൊണ്ടിട്ട് അവർ ചെയ്യാത്തതാണ്. ഇത് എപ്പോഴെങ്കിലും അവർ ശ്രദ്ധയപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർ സ്വാഭാവികമായിട്ടും ഇത് ചെയ്യും. ഈ കാളയൊക്കെ പോവാതെ ആകുമ്പോഴേ ഇങ്ങനെ അടിച്ച്, അപ്പൊ കാരണം അതിന് പെയിൻ കൂടുതലാണ്. നമ്മൾ വിചാരിക്കും എന്താണ് അതിനെ ഇങ്ങനെ അടിക്കണത്. കാരണം അതിന് വലിക്കാൻ പറ്റുന്നില്ല. അപ്പോഴാണ് ഈ 2 തല്ല് കയറണം, സ്പീഡ് പറയുമ്പോൾ. കാരണം ഈ ഷോൾഡറിൽ ആ പൂഞ്ഞയിലാണ് ഈ ലോഡ് വന്ന് കയറണം. അപ്പൊ ഈ പൂഞ്ഞയും ഇവൻ വുഡും കൂടി വരഞ്ഞറിഞ്ഞറിഞ്ഞറിഞ്ഞ പിന്നെ വ്രണങ്ങൾ വരാം സ്വാഭാവികമായിട്ട്. ഇതാകുമ്പോഴത്തേക്കും അങ്ങനെ മുറിവോ കാര്യങ്ങളൊന്നും ഇല്ലാതെ ഇതിന് വളരെ സുഖകരമായിട്ട് ഇടയിൽ സോഫ്റ്റ് വെച്ച് കൊടുത്താൽ സോഫ്റ്റ് ആയിട്ടുള്ള മടി ഉണ്ടാവില്ല, പെയിൻ ഉണ്ടാവില്ല. ഇത് അതുമായിട്ട് മരങ്ങനെ വരഞ്ഞറിഞ്ഞ കണ്ടിട്ടില്ല, ബ്ലാക്ക് ഷെയ്ഡ് ഉണ്ടാവും. അതൊക്കെ മാറി പശു ഈ കാള പക്കയായിരിക്കും, പെയിൻ ഇല്ലാതെ. എനിക്ക് വേണ്ടതേ രാജ തന്ന സാധനം അങ്ങനെയാണെങ്കിൽ ഇതിന്റെ അതോറിറ്റിക്ക് ഒന്ന് അയച്ചു കൊടുക്കണമെങ്കിൽ നന്നായിരിക്കും. നിലവിൽ അയച്ചു കൊടുത്തിട്ടുണ്ട്. അതായത് നിലവിലുള്ള മൃഗസംരക്ഷണ സംഘടനകൾക്ക് എല്ലാവർക്കും അയച്ചു കൊടുത്തിട്ടുണ്ട്. പ്രധാനമന്ത്രിക്ക് അയച്ചിട്ടുണ്ട്, പിന്നെ ഇന്ത്യൻ മൃഗസംരക്ഷണ വകുപ്പിന് അയച്ചു കൊടുത്തിട്ടുണ്ട്, അവരുടെ മിനിസ്റ്ററിലേക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്, ബാക്കിയുള്ള സ്റ്റേറ്റിലേക്ക് എല്ലായിടത്തും അയച്ചു കൊടുത്തിട്ടുണ്ട്. വേൾഡിലേക്ക് UN ഇതുപോലെ തന്നെ മൃഗസംരക്ഷണ പരിപാടി ഉണ്ട്, അങ്ങോട്ടും അയച്ചു കൊടുത്തിട്ടുണ്ട്. പ്രതികരണം 1-2 പേര് പ്രതികരിച്ചായിരുന്നു. ഞങ്ങൾ ഇതുപോലെ ചെയ്യുന്നതാണ്, ചെയ്തതിൽ നന്ദി എന്നും പറഞ്ഞിട്ട്. സ്വാഭാവികമായിട്ടും ഇപ്പം ചെയ്തല്ലേ ഉള്ളൂ, കുറച്ച് ദിവസമായിട്ടുള്ളൂ. അപ്പോൾ ഇത് ഒരു ചർച്ചയൊക്കെ വന്നതിന് ശേഷമായിരിക്കും ഒരുപക്ഷെ ഇത് വരുന്നത്. ഇനി ഏതെങ്കിലും ഒരു സ്റ്റേറ്റിലെ അതിന് ഉത്തരവാദിത്തപ്പെട്ടവർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഇന്ത്യ മുഴുവനാവും, അത് ലോകം മുഴുവൻ പടർന്നു പിടിക്കും. ഇത്രയും ജീവികൾക്ക്, ലക്ഷക്കണക്കിന് ഇതുങ്ങൾക്ക്, ഈ മിണ്ടാപ്രാണികൾക്ക് ഈ പറഞ്ഞ പെയിൻ അതിൻ്റെ മാർക്കിട്ടും. നല്ലൊരു കാര്യമാണ് അല്ലേ? ആരും ചിന്തിക്കാത്തൊരു മേഖലയിലാണ് രാജേഷ് ചിന്തിച്ചത്. രാജേഷ് വാസ്തുവിൻ്റെ ഒരു അധ്യാപകനാണെന്ന് ഞാൻ പറഞ്ഞില്ല. അതുപോലെ തന്നെ ചിത്രകല, പിന്നെ പ്ലാനൊക്കെ വരച്ച് നന്നായിട്ട് പ്ലാനൊക്കെ വരക്കാൻ കഴിവുള്ള ഒരാളാണ്.
പിന്നെ ലാൻഡ്സ്കേപ്പിങ്, നന്നായിട്ട് ലാൻഡ്സ്കേപ്പ് ചെയ്യാൻ, പൂന്തോട്ടമൊക്കെ ഉണ്ടാക്കാനുള്ള കഴിവുള്ള ഒരാളാണ്. അതുപോലെ തന്നെ നമ്മുടെ വെജിറ്റബിൾ ഗാർഡനൊക്കെ ഉണ്ടാക്കാൻ, ഈ പച്ചക്കറി തോട്ടം ഇതൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കാൻ, അങ്ങനെയുള്ള ഒരുപാട് കഴിവുകളും വർക്കും ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ രാജേഷിൻ്റെ കയ്യിൽ നിന്ന് ഈ പറഞ്ഞ മേഖലകളിലെ കുറിച്ചുള്ള എല്ലാം വിദഗ്ധമായിട്ടുള്ള ടെക്നിക്കുകളെ കുറിച്ചുള്ള വീഡിയോകൾ നമുക്ക് പ്രതീക്ഷിക്കാം അല്ലേ? ഉറപ്പായിട്ടും നമുക്ക് ഭാവിയിൽ ചെയ്യാം. അപ്പോൾ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ചും നമുക്ക് രാജേഷിനോട് വീണ്ടും ചോദിക്കാം. ഏതായാലും ഈ ഒരു കാര്യം ഒരാളെന്ന് പറഞ്ഞാൽ എന്നെപ്പോലെയുള്ള ആളുകളൊന്നും ചിന്തിക്കാത്തൊരു വെറൈറ്റി മേഖലയെക്കുറിച്ചാണ് രാജേഷ് ഇപ്പോൾ പറഞ്ഞത്. ഏതായാലും താങ്ക് യു.